ലേവി പുസ്തകം 19-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ വായിക്കാം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ സർവ്വസഭയോടും പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും. നിങ്ങൾ ഓരോരുത്തരും താത്താന്റെ അമ്മയെയും അപ്പനെയും ഭയപ്പെടണം. എന്റെ ശബ്ദങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ആമേൻ. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച തന്നെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങൾ സംസാരിക്കാൻ പറഞ്ഞ് എനിക്ക് ഏൽപ്പിച്ച വചനങ്ങളാണ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോടെ ഇത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. ഒരു ക്രൈസ്തവനായ ഒരു വ്യക്തി താൻ ജീവിക്കേണ്ട കൃത്യ കൽപ്പനകളാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കപ്പെട്ടവരുണ്ട്, രക്ഷിക്കപ്പെടാൻ പോകുന്നവരുണ്ട്, ആൾറെഡി വിശ്വാസത്തിലായിരിക്കുന്നവരുണ്ട്. എന്നാൽ അവരെല്ലാവരും നമ്മളെല്ലാവരും ഒരുമിച്ച് പഠിക്കേണ്ട ചില പ്രാമുഖ്യമായ അല്ലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ദൈവജനത്തിന് കൊടുത്തിരിക്കുന്നു. മോശേനോട് ദൈവം ഒരിക്കലും കൂടെ വിളിച്ചിട്ട് ഇസ്രായേൽ ജനത്തോട് പറയുന്നു, എന്താ ഇത് നീ പോയി ഇസ്രായേൽ ജനത്തോടെ പറയണമെന്ന്. ഒരു ക്രൈസ്തവനായ അല്ലെ ഒരു ദൈവ പൈതലായ ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം എന്ന തുടർന്നുള്ള എല്ലാ വചനങ്ങളും അവിടെ എഴുതിയിരിക്കുന്നു. ഇന്ന് ഞാൻ 3 വിഷയങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അതിൽ ആദ്യമായിട്ട് ഉള്ള ആ കൽപ്പന എന്താണ് പറഞ്ഞിരിക്കുന്നു? അല്ല, അതൊന്ന് വായിക്കാമോ? നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. ഞാൻ പരിശുദ്ധനായതിനാൽ നിങ്ങൾ പരിശുദ്ധരായിരിക്കുക. സ്തോത്രം. നാം സേവിക്കുന്ന ദൈവം ആരാണെന്ന് ആദ്യം നമുക്ക് ബോധ്യം ഉണ്ടായിരിക്കണമെന്നത്. ദൈവം പരിശുദ്ധൻ, ഒരു കളങ്കമില്ലാതെ, ഒരു അശുദ്ധി ഇല്ലാതെ. ദൈവം പരിശുദ്ധൻ. ഞാൻ വിശ്വസിക്കുന്ന ദൈവം പരിശുദ്ധൻ എന്ന് നമുക്ക് പറയുവാൻ കഴിയണം. നിങ്ങളെ സേവിക്കുന്ന ദൈവം ആരെന്ന് ചോദിച്ചാ എന്റെ ദൈവം പരിശുദ്ധൻ. ആദ്യത്തെ ക്യാരക്ടറാണ് നമ്മുടെ ദൈവത്തിന്റെ ക്യാരക്ടർ. ക്രൂശിൽ മരിച്ചതോ അല്ലെ ഉയർത്തെഴുന്നേറ്റതോ പറയുന്നതിനേക്കാൾ മുമ്പ് എന്റെ ദൈവം, ഞാൻ സേവിക്കുന്ന ദൈവം പരിശുദ്ധൻ. സ്തോത്രം. അത് പറയുവാൻ നമ്മള് പ്രാപ്തരായിരിക്കുന്നു. അപ്പോൾ തന്നെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ദൈവം പരിശുദ്ധനായതിനാൽ നാം ഓരോരുത്തരും പരിശുദ്ധനായി തീരണം. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മാനുഷികമായി നമ്മുടെ ജീവിത യാത്രയില് അനേക കാര്യങ്ങൾ നമുക്ക് എതിരെ വരാം. നമ്മുടെ വാക്കിലായിരിക്കും, നമ്മുടെ നോട്ടത്തിലായിരിക്കും, നമ്മുടെ ചിന്തയിലായിരിക്കും, നമ്മുടെ പ്രവർത്തനത്തിലായിരിക്കും. പലപ്പോഴും നമ്മൾ എന്താവും, ആ വിശുദ്ധി പാലിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ എപ്പോഴും നമുക്ക് ഈ ബോധ്യമുണ്ടായിരിക്കണോ, എന്നെ വിളിച്ച് വേർതിരിച്ച ദൈവം പരിശുദ്ധൻ. ഞാൻ പരിശുദ്ധിയോട് അല്ലെ വിശുദ്ധിയോട് ജീവിക്കേണ്ട ഒരു വ്യക്തിയാ. അതുകൊണ്ട് ഞാൻ വിശുദ്ധനായി എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന ആ ഒരു സ്വഭാവം നമുക്കുണ്ടായിരിക്കണം. സോ അവർ ഗോഡ് ഈസ് ഹോളി, വി ഹാവ് ടു ബി ഹോളി. അതാണ് ആദ്യത്തെ കൽപ്പന ദൈവം നമുക്ക് തരുന്നത്. രണ്ടാമതായിട്ട് ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. Every one of you shall reverence his mother and his father. നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ അമ്മയെയും അപ്പനെയും ഭയപ്പെടണം. ആമേൻ. നിങ്ങൾ ഓരോരുത്തരും, ഇവിടെ കുട്ടികൾക്ക് മാത്രമല്ല ദൈവം പറയുന്നത്, സഭയിലിരിക്കുന്ന ഇസ്രായേൽ ജനത്തിൽ ആയിരിക്കുന്ന സകല വ്യക്തികൾക്കാണ് ദൈവം പറയുന്നത്. നിങ്ങളിൽ ഓരോരുത്തരും തന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണമെന്ന്. സ്തോത്രം. അപ്പോൾ ദൈവസഭയ്ക്കാണ് ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പനയാ. ആദ്യം ദൈവം പരിശുദ്ധൻ, പരിശുദ്ധന് കഴിഞ്ഞ് സെക്കൻഡ് ക്യാരക്ടറാണ് ഒരു ക്രൈസ്തവന് ഉണ്ടാകേണ്ട ഒരു സ്വഭാവം, അപ്പനെ അമ്മയെ ബഹുമാനിക്കണം. ഈ കാലഘട്ടത്തിൽ വളരെ കുറവായ ഒരു ക്യാരക്ടറാണ് നാം ഏവരും. നമ്മൾ എത്ര പ്രായമുള്ളവരായാലും നമുക്ക് മാതാപിതാക്കളുണ്ടെങ്കിൽ അവരെ ബഹുമാനിക്കേണ്ട കടമ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ മാത്രമേ, വിശുദ്ധ വേദ പുസ്തകത്തിൽ പറയുന്നു, ദീർഘായുഷ്യുണ്ടാവൻ. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാമല്ലോ, പെട്ടെന്ന് മരണങ്ങൾ എന്തിനാ വരുന്നു? ദൈവം ദീർഘായുസ് തരുവൻ വാഗ്ദത്തം ചെയ്തപ്പോ അത് പ്രാപിക്കാൻ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? ഒരു പക്ഷേ മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത കാരണം. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹമായി നാം ഓരോരുത്തരും
നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരായിരിക്കുന്നു. ഒരു പക്ഷേ നമ്മുടെ കൾച്ചറ് അല്ലെ നമ്മുടെ സംസ്കൃതി നമുക്ക് പലതും പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ആന്ധ്രയിലാണെങ്കിൽ വേറെ രീതിയിലാണ് മാതാപിതാക്കളെ കാണുന്നു. ഈ കേരളത്തിലാണെങ്കിൽ വേറെ രീതിയിലാണ് മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്നത്. തമിഴ്നാട്ടിൽ വേറെ ഒരു രീതി, അതേപോലെ നോർത്ത് ഇന്ത്യയിൽ വേറൊരു രീതി. ഓരോ രീതിയിൽ അവർ മാതാപിതാക്കളോട് ഇടപെടുന്ന ഒരു കൃത്യകാര്യങ്ങളുണ്ട്. എന്നാൽ നാം ക്രൈസ്തവരായിരിക്കുമ്പോൾ, നമ്മൾ ദൈവ പൈതലായിരിക്കുമ്പോൾ ദൈവം എന്ത് പഠിപ്പിച്ച് നമുക്ക് അത് ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ മാതാപിതാക്കൾ പഠിപ്പിച്ചതോ അല്ലെ നമ്മുടെ സമൂഹം പഠിപ്പിച്ചതോ അല്ല നമ്മൾ ഏറ്റെടുക്കേണ്ടത്. നമ്മൾ പഠിക്കേണ്ടത് ദൈവവചനം നമുക്ക് എന്ത് പഠിപ്പിക്കണോ അതാണ്. സോ നാം ഓരോരുത്തർ ദൈവം പറഞ്ഞതായ ഈ കൽപ്പന അനുസരിക്കുമ്പോൾ നാം ദീർഘായുഷുള്ളവരായിരിക്കും. സ്തോത്രം. അതുമാത്രമല്ല, നാം ആ കാര്യം ചെയ്യുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുത്തും. സ്തോത്രം. പ്രത്യേകിച്ച് നമുക്ക് മറ്റു മതസ്ഥരിൽ നോക്കുമ്പോൾ അവർ വളരെ കൃത്യമായി അവർ പഠിപ്പിക്കുന്നതിലേക്ക് അവർ നിൽക്കുന്നതായിട്ട് കാണാം. അവർ മാതാപിതാക്കൾ എത്ര ബഹുമാനത്തോടെ ഒരിസ പോയാൽ നമുക്ക് കാണാം. മാതാപിതാക്കളെ കാല് പിടിച്ച് അവർ നമസ്കരിക്കും. മൂപ്പന്മാർ കണ്ട കാല് തൊട്ട് നമസ്കരിക്കും. അവർ വന്ന് അവർ വളരെ റെസ്പെക്റ്റ് ആയിട്ടാണ് ഒരിസാൽ അവർ മാതാപിതാക്കളോട് ഇടപെടും. പക്ഷെ നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിൽ അങ്ങനെ ചെയ്യാറില്ല. എന്നാൽ നാം ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു ആ രീതിയിലും നമുക്ക് ദൈവം കൽപ്പിച്ച കൽപ്പന അനുസരിച്ച് നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരായിരിക്കണം. പ്രത്യേകിച്ച് അനേക വചനങ്ങൾ അതിന് റിലേറ്റഡ് ആയിട്ടുണ്ട്. നമ്മുടെ ഭവനങ്ങളിൽ വൃദ്ധരായ മനുഷ്യരെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു മഹാദയ നമ്മുടെ മേൽ ഉണ്ടാവും. അപ്പം ആ ഒരു ഭാഗ്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ വേറൊന്നും ദൈവം ചോദിക്കുന്നില്ല. നീ ഉപവാസം ഇരിക്കി, അല്ലെ നീ ഒരാൾക്ക് ലക്ഷങ്ങൾ കൊണ്ടു കൊടുക്കും, ഇതൊന്നും അല്ല പറയുന്നത്. നീ മാതാപിതാക്കൾ നീ ബഹുമാനിക്കുന്നെങ്കിൽ നിനക്ക് ദീർഘായുഷ് ഉണ്ടാകും. സ്തോത്രം. അതിനുവേണ്ടി ബൂസ്റ്റ് കുടിക്കണമെന്നോ ഹോർലിക്സ് കുടിക്കണമെന്നോ അല്ലെ നല്ല വൈറ്റമിൻ ഗുളിക കഴിക്കണമെന്നല്ല ദൈവം പറയുന്നത്. മാതാപിതാക്കളെ നമ്മള് ബഹുമാനിക്കുമ്പോൾ ആരോഗ്യമുള്ളവരായിരിക്കും, നമ്മൾ ദീർഘായുഷുള്ളവരായിരിക്കും. സ്തോത്രം. മൂന്നാമത് കൽപ്പന ദൈവം പറയുന്നത്, എന്റെ ശബത്തുകൾ പ്രമാണിക്കുക. യു ഷൽ കീപ് മൈ സബാത്ത്. ആ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ദൈവം നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ഒരു ദിവസമുണ്ട് ആരാധിക്കുവാൻ. ആ ദിവസത്തെ അലക്ഷ്യമാക്കരുത്. അനേകര് കുഴപ്പമില്ല, ഞാൻ TV മുമ്പിൽ ഇരുന്ന് ആരാധിക്കൂ, അല്ലെ ഞാൻ ഇന്ന് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കൂ, അല്ലെ ഞാൻ വീട്ടിലിരുന്ന് ഞാൻ മറ്റുള്ളവരോട് കൂടെ ഫോണിൽ ഞാൻ പ്രാർത്ഥന ഉണ്ടാകും. ഇങ്ങനെ ചില സ്വഭാവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നേ, നീ ദൈവ പൈതലാണെങ്കിൽ നീ ആ വിശുദ്ധ ആരാധനയ്ക്ക് കടന്നു പോകണം. ഹല്ലേലൂയ. അത് എത്ര കഠിനമായ ഒരു സാഹചര്യമായെങ്കിലും നമുക്ക് അടുത്തുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ മുമ്പിൽ അച്ഛനും ആന്റി ഇരിക്കുന്നത് പോലെ അവർ ആ ആരാധന ദിവസം മുടക്കാതെ എവിടെയെങ്കിലും അറ്റൻഡ് ആകണമെന്ന ഒരു മനസ്സുണ്ടല്ലോ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആരാധനയ്ക്ക് കടന്നു പോകണം. നമ്മുടെ ഭവനങ്ങളിൽ ആയിരുന്നു നമ്മൾ വിശുദ്ധ ദിവസത്തെ വ്യർത്ഥമാക്കി മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിന് നമുക്ക് ഇഷ്ടമില്ലാതെ ജീവിക്കാതെ നമ്മൾ വിശുദ്ധ ദിവസത്തെ ദൈവം നമുക്ക് വേണ്ടി വേർപാട്ടാക്കി ആ ദിവസത്തെ നമ്മൾ ആചരിക്കുന്നവരായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി നമ്മുടെ ജീവിതത്തിൽ ആ ആരാധന ദിവസത്തെ നമ്മൾ അനുസരിക്കേണ്ടവരാണ്. നമ്മുടെ മക്കളായി എല്ലാവരും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിൽ ചേർന്ന് നടക്കുന്ന എല്ലാ വ്യക്തികളും ഈ വിശുദ്ധ ആരാധന പാലിക്കേണ്ടവരാണ്. ഈ ദിവസത്തെ കളഞ്ഞ് ഈ ദിവസത്തെ മറ്റ് കല്യാണത്തിനോ അല്ലെ ഫങ്ഷൻസ്ക്കോ അല്ലെ വേറെ വേറെ യാത്രകൾക്കോ നമ്മൾ മാറ്റിവെക്കാതെ ദൈവത്തിന്റെ ദിവസം ദൈവത്തിനെ കുറിച്ച് ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും നമ്മൾ വേർതിരിച്ച് ദൈവത്തിനെ മഹത്വപ്പെടുത്തേണ്ടവരാണ്. ഈ 3 കൽപ്പനകള് ഇന്ന് ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ചു. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് അനുസരിക്കുവാനും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ തീരുമാനിക്കാം. ദൈവത്തോടെ വിശുദ്ധിയുള്ളവരായി ജീവിക്കാം. നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരാകാം. വിശുദ്ധ ദിവസത്തെ ആചരിക്കുന്നവരാക്കി ദൈവം നമ്മളെ മാനിക്കട്ടെ. May God bless you all.